നമസ്കാരം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള അനേകം പേരെ, അത് യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും അടക്കം അനേകം ചെറുപ്പക്കാരെ കോൺഗ്രസ് പാർട്ടി പരീക്ഷിച്ചിരുന്നു. എന്നാൽ ആ പരീക്ഷണം വിജയിച്ചില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ അന്ന് പരീക്ഷിച്ച പലർക്കും ഒരവസരം കൂടി കൊടുത്താൽ ജയിക്കാൻ സാധ്യതയുണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി അവസരം നിഷേധിച്ചു. റാന്നി മണ്ഡലത്തിൽ 2000-ൽ താഴെ വോട്ടിന് കഴിഞ്ഞ തവണ തോറ്റ റിങ്കു ചെറിയാൻ ഇക്കുറി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നിരിക്കെ സീറ്റ് കൊടുത്തത് കാലഹരണപ്പെട്ട നേതാവായ പഴകുളം മധുവിനാണ്. അത്തരത്തിൽ ഒരുപാട് അട്ടിമറികൾ സീറ്റ് നിർണയത്തിൽ ചിലരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും ഖേദകരമായത് കഴിഞ്ഞ തവണ ഇറങ്ങിയ പാവപ്പെട്ട സാമ്പത്തിക പശ്ചാത്തലമുള്ള പലരെയും ഇക്കുറി തള്ളിക്കളഞ്ഞു എന്നതാണ്. കയ്പമംഗലം മണ്ഡലത്തിൽ ശോഭ സുബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ തവണ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ചെറുപ്പത്തിലെ അമ്മയെ വെട്ടിക്കൊന്ന അച്ഛൻ ജയിലിലായിരുന്നപ്പോൾ അമ്മയുടെ സഹോദരിക്കൊപ്പം ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരു മത്സ്യത്തൊഴിലാളിയായിരുന്നു ശോഭ സുബിൻ. ചെറുപ്പത്തിൽ തന്നെ കടലിൽ പോയി മീൻ പിടിച്ച് ജീവിതം കെട്ടിപ്പടുത്ത ശോഭ സുബിൻ പിന്നീട് ചില ആരോപണങ്ങളിൽപ്പെട്ടെങ്കിലും ഇക്കുറി സീറ്റ് നിഷേധിക്കപ്പെട്ടത് എന്തുകൊണ്ടാണെന്നറിയില്ല. അതുപോലെ തന്നെയായിരുന്നു ചെറിയൻകീഴ് മണ്ഡലത്തിൽ മത്സരിച്ച BS അനൂപ്. അനൂപിൻ്റെ അമ്മ തൊഴിലുറപ്പ് പണിക്ക് പോയാണ് ആ കുടുംബം നടത്തുന്നത്. അനൂപ് വലിയ മത്സരമാണ് കഴിഞ്ഞ തവണ കാഴ്ചവെച്ചത്. ഇക്കുറി അനൂപിന് സീറ്റ് നിഷേധിച്ചപ്പോൾ അനൂപ് BJPയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുണ്ടായി. VD സതീശൻ്റെ ജാഥയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ വേദികളിലും പ്രസംഗിച്ച ഒരേ ഒരു നേതാവ് BRM ഷഫീർ മാത്രമാണ്. ഇക്കുറി ഷഫീറിനും സീറ്റ് നിഷേധിച്ചു. അടൂരിൽ കഴിഞ്ഞ തവണ തലനാരിഴയ്ക്ക് തോറ്റ കണ്ണൻ നേരത്തെ മരിച്ചുപോയത് ഭാഗ്യമായി, അല്ലെങ്കിൽ കണ്ണനോടും അവരിത് ചെയ്യുമായിരുന്നു എന്ന് തീർച്ച. ഇതൊക്കെ വാസ്തവമാണെങ്കിലും അപ്രതീക്ഷിതമായ ചിലർക്ക് കരുണയുടെ കൈത്താങ് നൽകാൻ കോൺഗ്രസ് പാർട്ടി ഇക്കുറിയും ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന 2 കഥാപാത്രങ്ങൾ മാവേലിക്കരയിലെ മുത്താര രാജും ആലപ്പുഴയിലെ തോമസ്. തൊഴിലുറപ്പ് പണി ചെയ്ത് വീടിനോട് ചേർന്നുള്ള ചെറിയൊരു ചായക്കട നടത്തി ജീവിക്കുന്ന അമ്മയുടെ വരുമാനത്തിലാണ് മുത്താര രാജ് മാവേലിക്കരയിൽ ഭാഗ്യപരീക്ഷണത്തിറങ്ങിയതെങ്കിൽ AD തോമസ് എന്ന ചെറുപ്പക്കാരൻ്റെ ജീവിതകഥ കൂടുതൽ ആവേശകരമാണ്. ഇക്കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് തീരദേശ പാതയിലൂടെ യാത്ര ചെയ്യുമ്പോൾ AD തോമസിന് റോഡ് ഷോയ്ക്ക് ഞാൻ സാക്ഷ്യം വഹിച്ചിരുന്നു. വഴിയിൽ വണ്ടി നിർത്തി കൈകൊടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷവും അഭിമാനവുമുണ്ട്. അത്ര വീരോജ്വലമാണ് AD തോമസിൻ്റെ ജീവിതകഥ. KC വേണുഗോപാൽ 3 തവണ ജയിച്ച മണ്ഡലമാണ് ആലപ്പുഴ എന്നോർക്കണം. LDFും UDFും മാറി മാറി വിജയിക്കുന്ന മണ്ഡലം. KC വേണുഗോപാൽ പാർലമെന്റിലേക്ക് മത്സരിച്ചതിന് ശേഷം 2009-ൽ ഷുക്കൂർ വക്കീൽ മത്സരിച്ച് ജയിച്ചെങ്കിലും 2011-ൽ തോമസ് ഐസക്കിന് മുമ്പിൽ തോറ്റുപോവുകയായിരുന്നു. 2011-ലും 2016-ലും വലിയ ഭൂരിപക്ഷത്തിലാണ് തോമസ് ഐസക് ജയിച്ചത്. 2021-ൽ PP ചിത്തരഞ്ജൻ മത്സരിക്കുമ്പോൾ ആലപ്പുഴയിലെ ഭൂരിപക്ഷം തോമസ് ഐസക് നേടിയതിൻ്റെ പകുതിയായി കുറഞ്ഞിരുന്നു. അവിടെയാണ് AD തോമസിനെ ഇറക്കി കോൺഗ്രസ് പാർട്ടി ഭാഗ്യപരീക്ഷണം നടത്തുന്നത്. ഒരുപക്ഷെ കേരളത്തിൽ ഇക്കുറി മത്സരിക്കുന്ന ഏറ്റവും ദരിദ്രനായ സ്ഥാനാർത്ഥികളിൽ ഒരാൾ തോമസ് ആവും. തോമസിന് സീറ്റ് കിട്ടിയത് തന്നെ അതിശയകരമാണ്. കേരളത്തിൻ്റെ പൊതുസമ്പത്ത് ദൂർത്തടിക്കാൻ വേണ്ടി 2023-ൽ പിണറായി വിജയൻ നടത്തിയ നവകേരള യാത്രയിലേക്ക് പോവേണ്ടി വരും തോമസിൻ്റെ കഥ പറയുമ്പോൾ. നവകേരള യാത്രയ്ക്ക് നേരെ കരിങ്കൊടി കാട്ടിയവരെയൊക്കെ രക്ഷാപ്രവർത്തനം എന്ന പേരിൽ പിണറായിയുടെ പോലീസും DYFIക്കാരും ഓടിച്ചിട്ടടിച്ചത് നമ്മൾ ഓർക്കുന്നുണ്ട്. ഹെൽമറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടുമൊക്കെ അനേകം കുട്ടികൾ അടിയേറ്റു വാങ്ങി. സുരക്ഷാ ഡ്യൂട്ടിയിൽ ഇല്ലാതിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻ അനിൽകുമാർ അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും പ്രതീകമായി യൂണിഫോം പോലും ഇല്ലാതെ അതിക്രൂരമായി മർദ്ദിച്ച KSU നേതാക്കളിൽ ഒരാളാണ് തോമസ്. മറ്റൊരാൾ അജയ് ആയിരുന്നു. അതിക്രൂരമായാണ് തോമസിന് മർദ്ദനമേറ്റത്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ തോമസിനെ മർദ്ദിച്ച അനിൽകുമാർ എന്ന പിണറായി വിജയന്റെ ഗൺമാനെതിരെ കേസെടുക്കാൻ കേരള പോലീസ് മടികാട്ടി. തോമസ് കോടതിയെ സമീപിച്ച് നിയമപോരാട്ടം നടത്തിയതിനെ തുടർന്ന് കേസെടുത്തെങ്കിലും പോലീസ് വിളിപ്പിച്ചിട്ട് എത്താൻ പോലും വിസമ്മതിക്കുകയായിരുന്നു അനിൽകുമാർ. ഇതിന് പ്രതിഫലമായാണ് ആലപ്പുഴയിൽ AD തോമസിന് സീറ്റ് കൊടുക്കാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചത്. ഏറ്റവും രസകരമായ കാര്യം, അന്ന് തോമസിനൊപ്പം വീട് കയറി ആക്രമിക്കപ്പെട്ട ദുരിതമനുഭവിച്ച MJ ജോബ് എന്ന KPCC സെക്രട്ടറി സീറ്റ് കിട്ടാത്തതുകൊണ്ട് രാജിവെച്ച് BJPയുടെ സ്ഥാനാർത്ഥിയായി ഇതേ ആലപ്പുഴയിൽ മത്സരിക്കുന്നു എന്നതാണ്. എന്നുവെച്ചാൽ പിണറായിയുടെ ക്രൂരതയ്ക്ക് ഇരയായ MJ ജോബും AD തോമസും പരസ്പരം മത്സരിക്കുന്നു ആലപ്പുഴയിൽ PP ചിത്തരഞ്ജൻ എന്ന CPM നേതാവിനെതിരെ. മാരാരിക്കുളത്തെ മത്സ്യത്തൊഴിലാളിയായ ഡൊമിനിക് ജാക്സന്റെ മകനാണ്
എ.ഡി. തോമസ്. കുടുംബം നടത്താൻ അപ്പൻ വിഷമിക്കുന്നത് കണ്ട് 17ാമത്തെ വയസ്സ് മുതൽ പൊന്തുവള്ളത്തിൽ കയറി മീൻ പിടിക്കാൻ അപ്പനൊപ്പം കടലിൽ പോയി തുടങ്ങിയ ജീവിതമാണ് തോമസിൻ്റേത്. ചേർത്തല സെന്റ് മൈക്കിൾസ് കോളേജിൽ പഠിക്കുമ്പോൾ വിദ്യാർത്ഥി നേതാവായി മാറിയിട്ടും രാത്രിയിൽ പെട്രോൾ പമ്പിൽ പണിയെടുക്കാൻ പോകും. ഒപ്പം തന്നെ ട്യൂഷൻ സെൻറ്റർ നടത്തി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോയി. ഒരേ സമയം പൊന്തുവള്ളത്തിൽ കയറി മീൻ പിടിക്കുകയും പെട്രോൾ പമ്പിൽ പണിയെടുക്കുകയും കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുകയും ഒക്കെ ചെയ്ത് തോമസ് ജീവിതം കരുപ്പിടിപ്പിച്ചു. ഇതിനിടയിൽ തന്നെ രാഷ്ട്രീയ പ്രവർത്തനവും സജീവമാക്കി മുമ്പോട്ട് കൊണ്ടുപോയി. അതിൻ്റെയൊക്കെ ഒടുവിലാണ് കള്ളക്കേസിൽ പ്രതിയാവുകയും മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നത്. ഇന്നും കടപ്പുറത്ത് ചോർന്നൊലിക്കുന്ന ഒരു വീട്ടിലാണ് തോമസിൻ്റെ താമസം. ആ തോമസാണ് ഇന്ന് ആലപ്പുഴയിൽ പി ചിത്തരഞ്ജനെതിരെ മത്സരത്തിനിറങ്ങിയിരിക്കുന്ന യുവ നേതാവ്. ധാർഷ്ട്യത്തിൻ്റെ പ്രതീകമായി ചാനൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചിത്തരഞ്ജനെ തോൽപ്പിക്കാനുള്ള ശേഷി തോമസിനുണ്ടെന്നാണ് ആലപ്പുഴക്കാർ പറയുന്നത്. കണിച്ചകുളങ്ങരയിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് പണം കൊടുക്കാൻ പോലും വിസമ്മതിച്ച് അതിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കിയ ചിത്തരഞ്ജനെ ആരും മറക്കുകയില്ല. ചാനൽ ചർച്ചകളിലിരുന്ന് പിണറായിയുടെ അതേ ധാർഷ്ട്യം ആവർത്തിച്ച ചിത്തരഞ്ജന് ചങ്കിടിപ്പ് നൽകുകയാണ് തോമസ് എന്ന ജനകീയനായ പാവപ്പെട്ട യുവ നേതാവിൻ്റെ സാന്നിധ്യം. കഴിഞ്ഞ തവണ ആലപ്പുഴ സമ്പൂർണ്ണമായി ചുമന്നപ്പോൾ ആകെ അപവാദമായത് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ സീറ്റ് മാത്രമായിരുന്നു. ഇക്കുറി പക്ഷേ ചെങ്ങന്നൂരും മാവേലിക്കരയും ഒഴികെ മറ്റെല്ലാ മണ്ഡലങ്ങളും CPM തോൽവി ഭീതിയിലാണ്. അതിന് മുഖ്യ കാരണം ജി സുധാകരൻ്റെ അമ്പലപ്പുഴയിലെ മത്സരം തന്നെയാണ്. അമ്പലപ്പുഴയിൽ സുധാകരനും എം ലിജുവും മാത്രമല്ല, ചേർത്തലയിലെ രാജേന്ദ്ര പ്രസാദ് പോലും ജയിക്കുന്ന സാഹചര്യമാണ് ആലപ്പുഴയിൽ എന്നാണ് റിപ്പോർട്ട്. കുട്ടനാട്ടിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. അങ്ങനെ ആലപ്പുഴ അടിമുടി CPM വിരുദ്ധമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി യുവാവ് ആലപ്പുഴയെ ഞെട്ടിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഇക്കുറി ഒരുപക്ഷെ CPM നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായിരിക്കും പി ചിത്തരഞ്ജൻ്റെ തോൽവിയും തോമസ് എന്ന ഈ ചെറുപ്പക്കാരൻ്റെ ഉയർത്തെഴുന്നേൽപ്പും.